ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ചുടലും പരത്തലും ഒന്നുമില്ല. ഇതുപോലെ വളരെ എളുപ്പത്തിന് പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയുടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഷേപ്പൊക്കെ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാനങ്ങ് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. ഈ ഒരു ഇഡ്ഡലി തട്ട് ചെറിയൊരു തട്ടാണ്, അതുകൊണ്ട് തന്നെ അതിൽ ഇരിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷേപ്പിൽ ഉരുട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് നമ്മൾ കുറച്ച് പഴുത്ത ചക്ക ഞാനിങ്ങനെ വെട്ടിപ്പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ചുള ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പഴുത്ത ചക്ക എപ്പോൾ കിട്ടിയാലും ഞാനിങ്ങനെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇലയുടെ ഉണ്ടാക്കുക, ഇലയപ്പം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വയണ ഇലയപ്പവും ഒക്കെ ചക്ക വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു വീടുണ്ട്, അവർ പണ്ട് അങ്ങനെ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് തരുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നുകൂടി പഴകിയിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കിയതിൽ കിട്ടത്തേ ഇല്ല കേട്ടോ. എന്നാലും കഴിക്കാനൊരു കൊതി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണേ. അപ്പോൾ ഇത് കുറച്ച് നല്ല വരിക്കച്ചക്കയായിരുന്നു. അപ്പോൾ അത് പഴുത്തതാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കുറച്ച് ചുളയേ ഉള്ളൂ. പക്ഷേ ഞാനത് സാധാരണ ഇവിടെ വരട്ടിയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇച്ചിരി നന്നായിട്ടൊന്ന് ശർക്കര പാനിയിൽ വരട്ടിയെടുക്കും. ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ച് പേസ്റ്റാക്കി എടുത്തു. പിന്നെ ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കര പാനിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി വട്ടയില കൊണ്ടുവന്നു. ഞങ്ങൾ വട്ടയിലക്കകത്താണ് കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വട്ടയില കൊണ്ടുവന്ന് അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ തടവി നമ്മൾ ആ ഒരു മാവിൻ്റെ കൂട്ട് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ പരത്തി ഉരുട്ടിയാണ് ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അങ്ങനെ ഇലയപ്പമൊക്കെ പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ അടുപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വെള്ളവും കൂടെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വാപ്പുമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പുമ്മ വരുന്ന വഴിക്ക് കുറച്ച് വിറകുമൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ വിറകൊക്കെ പറക്കി നമ്മളിട്ട് തീ എത്തിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറകില്ലായിരുന്നേ. വാപ്പുമ്മാക്ക് ഞാൻ കാപ്പി എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയിലയിപ്പവും അതുപോലെ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ട്, ചായ അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായക്ക് ഇട്ടിട്ട് വാപ്പുമ്മാക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുത്തില്ല ഞാനങ്ങ്. പിന്നെ അതേ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്, അത് ഞാൻ കഴുകിയൊക്കെ വെച്ചു. വെള്ളമാണെങ്കിൽ അനിയത്തി അവിടെ കോരി ഇങ്ങനെ ഓരോ പാത്രങ്ങളിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. എല്ലാം ടാങ്കിൽ പുറത്തിരിക്കുമല്ലേ. അപ്പോൾ ആവശ്യം അനുസരിച്ച് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കലങ്ങളിലോ ചെറിയ ബേസിനിലോ ഒക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കും കേട്ടോ. പാത്രം കഴുകാനുള്ളത് വേറെയും അതുപോലെ കുടിക്കാനുള്ള നല്ല വെള്ളം വേറെയൊക്കെ ആയിട്ട് മാറ്റി അങ്ങനെ വെക്കുവാണേ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അരിയൊക്കെ കഴുകിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചക്ക, പച്ച ചക്ക ഉണ്ടല്ലോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതാ നമുക്ക് അപ്പുറത്തുനിന്ന് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വാപ്പുമ്മ വന്നതുകൊണ്ട് ഞാൻ വാപ്പുമ്മയുടെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. വാപ്പുമ്മക്ക് ഇതുപോലെ അരിഞ്ഞ് പറക്കി തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോയും കൂടെ എടുക്കുമ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ലേ. വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് തന്നെ പറയും കേട്ടോ, നീ വന്ന് വീഡിയോ എടുത്തോളാനായിട്ട്. അതുകൊണ്ട് വാപ്പുമ്മയുടെ കയ്യിലോട്ട് ചക്ക എടുത്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന വിറക് ചെറുതായിട്ടൊക്കെ ഒന്ന് കൊത്തിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കൊത്തിയെടുക്കാം. വാപ്പുമ്മ വന്നാൽ പാത്തുവിൻ്റെ സ്ഥിരം പരിപാടിയാണ് വാമ്മയെ ഒരുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അവൾ ഒരുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വാമ്മ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ഇനിയിപ്പോൾ നാളെ മുതൽ മദ്രസ തുറക്കുമല്ലേ, അപ്പോൾ ഈ ഒരു കളിയൊക്കെ അങ്ങ് നിന്നോളും. പിന്നെ കുറേ സമയം, കൂടുതൽ സമയം ഇതൊരു സൈക്കിളും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഈ പുറത്തിറങ്ങുന്നെങ്കിലേ ഉള്ളൂ കേട്ടോ. ഞാനകത്താണെങ്കിൽ അങ്ങനെ ഇറങ്ങി പോകാത്തൊന്നുമില്ല, ഞാൻ വിടാറില്ല കേട്ടോ. അവൾക്കറിയാം ഞാൻ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ലെന്ന്. ഞാൻ പുറത്തില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ മുറ്റത്തില്ലെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ പട്ടിശല്യമാണ് ഭയങ്കര, അതുകൊണ്ട് തന്നെ ഇറങ്ങത്തില്ല. ഇവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ കിടന്ന് വെട്ടുന്നില്ലേ, ഇത് ഞാൻ എഡിറ്റിങ്ങിലാണ് കാണുന്നത്. അത് ആ ട്രൈപോഡിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. നമ്മളെ സ്ക്രീനിനോട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഒരു സംഭവമുണ്ട് ട്രൈപോഡിൽ. നമ്മളെ ഈ മൊബൈൽ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയൊരു മേളിലൊരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് പ്രശ്നമാണ്. അതാണ് ഇങ്ങനെ കിടന്ന് മിന്നുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലെങ്ത് കുറയും വീഡിയോയുടെ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ ദേ വാപ്പമ്മയുടെ കയ്യിൽ ചക്ക എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഞാനും കൂടെ ഒന്ന് വെട്ടിപ്പറിച്ച് കൊടുത്തിട്ടുണ്ട്. വാമ്മ ചുള എറുത്തിട്ട് ഒന്ന് അരിഞ്ഞ് തരികയാണ് കേട്ടോ. അതിൻ്റെ ആ ചവണിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞ് തരുന്ന പാടെ വാമ്മക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ചക്ക, ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അധികം വിളഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോൾ കിട്ടിയാലും അധികം വിളയാത്ത ചക്കയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇത് കൂഴച്ചക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചക്കക്കുരുവും ചക്കയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഉടച്ച് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മീൻകറി ഇരിപ്പുണ്ട്, മീൻകറി വെക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് മീൻകറി ഇരിപ്പുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ഇട്ട വ്ളോഗിൽ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതല്ല കേട്ടോ, യൂട്യൂബ് തന്നെ ഓഫ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ കൂടുതൽ കുട്ടികളെ കാണിക്കുന്ന വീഡിയോസിൽ നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അത് യൂട്യൂബ് തന്നെ അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അതിനെന്തൊക്കെയോ റൂൾസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഓഫാക്കി വെക്കുന്നത്. ഞാൻ എത്ര ഓണാക്കിയാലും അത് ഓണാവത്തില്ല. ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാനത് ഓണാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വീണ്ടും അത് ഓഫാവും. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. വാപ്പുമ്മ ഞാൻ കൊടുത്ത കാപ്പി കുടിക്കാതെയാണ് ചക്ക വെട്ടാനായിട്ട് വന്നത് കേട്ടോ. ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, കാരണം കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വാമ്മ വന്നത്, അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. പിന്നെ ചക്ക വെട്ടിയിട്ട് ഇതേ ആളിന് വേണമെന്ന് പറഞ്ഞിട്ട് ആൾ കഴിക്കുകയാണേ. പിന്നെ അടുക്കള കുറച്ച് ഒതുക്കി പറക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില പറിച്ച് കൊണ്ട് വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം കൊണ്ട് വെച്ചതാണ്. ഞാൻ ഇതുവരെ ഈ പെട്ടിക്കകത്തിട്ട് വെച്ചതൊന്നുമില്ല. ഈ ഒരു കണ്ടെയ്നർ ബോക്സിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കരിവേപ്പില വാടത്തേയില്ല. നമ്മൾ സാധാരണ ഫ്രിഡ്ജിനകത്ത് കരിവേപ്പില കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വാടിപ്പോകും കേട്ടോ. പേപ്പർ പൊതിഞ്ഞ് വെച്ചാൽ അതിനൊരു ചെറിയ വാട്ടമൊക്കെ വരും. പക്ഷേ ഇതിനകത്ത് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഒരു വാട്ടലും ഇല്ല. നമ്മൾ അപ്പോഴും പറിച്ചെടുത്തില്ലേ, ആ മരത്തിൽ നിന്ന് അപ്പോഴും പറിച്ചുകൊണ്ട് വരുന്നത് പോലെ ആയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയത് ഞാൻ ഇന്നലെ വൈകുന്നേരം കൊണ്ട് വെച്ചിട്ട് ഇതൊക്കെ അങ്ങ് മറന്നുപോയേ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്, അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തലേന്ന് തന്നെ തോലുരിക്കാതെ ചുമ്മാ ഇങ്ങനെ പൊളിച്ചിടത്തില്ലേ, അതുപോലെ ഒന്ന് പൊളിച്ചിട്ട് വെച്ചിരിക്കുക ഇതിനകത്ത്. ഇനി തോല് പൊളിച്ച് നല്ലതുപോലെയൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ മടി കാരണം അത് നടന്നില്ല. അങ്ങനെ ആ ബോക്സിനകത്ത് കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാരി അതിൻ്റെ അകത്ത് നിറച്ചിട്ട് ഞാൻ ആ പെട്ടി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കയറി ഒന്ന് വാങ്ങിച്ചോ. നല്ലൊരു കണ്ടെയ്നർ ബോക്സ് ആട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കരിവേപ്പിലയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇന്നത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇന്നത്തെ കറിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ചക്കയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കരിവേപ്പിലയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയായി തുടച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ജോലികളും എല്ലാം ഇതൊക്കെയുള്ളൂ. പാത്തു ഇവിടെ കട്ടൻ ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അത് തട്ടിച്ചരിച്ച് ദേഹത്തോടി, അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ മാറി ഇവിടെ വന്നിരിക്കുന്നത്. അനിയത്തി അവിടേക്ക് ഒന്ന് തൂത്തുവാരി എടുക്കുകയാണേ. പിന്നെ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതങ്ങ് കയ്യോടെ അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ ഇത് തന്നെ എടുത്ത് കഴുകി ഇടേണ്ടി വരും. ഞാൻ അവിടെ നിന്ന് ഇതും കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ. പാത്തു ഞാനിപ്പോൾ മടക്കി അങ്ങോട്ട് വെക്കുന്നത് അതുപോലെ പിരുത്തം കിട്ടി വരും. അതുകൊണ്ട് എനിക്കെൻ്റെ ദേഷ്യമെല്ലാം കൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് അതും എടുത്തുകൊണ്ട് റൂമിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.